വാവ് വാവ് അടിപൊളി. സത്യം പറഞ്ഞാൽ അടിക്കുന്ന വെയിൽ ഒരിടത്ത് പോകാൻ പാടില്ല, പിന്നെ എവിടെയെങ്കിലും പോയാലേ പറ്റും. അതുകൊണ്ട് കുറ്റാലം പോകാൻ പ്ലാനുണ്ട്. ഓം നമ ശിവായ. മൂന്ന് പൊറോട്ട, ഒരു പെപ്പർ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഗ്യാവി ഒരു രക്ഷയില്ല, സൂപ്പറാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എവിടെ പോകണമെന്നൊരു ഐഡിയ ഇല്ല. ഹെൽമെറ്റൊക്കെ വാങ്ങിച്ചായിരുന്നു പുതിയത്, മറ്റേ പഴയത് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ഹെൽമെറ്റ് വാങ്ങിച്ചു. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 2000 രൂപയാണ്. ഒരു 400 രൂപ കുറച്ചിട്ടുണ്ട് എക്സ്ചേഞ്ച് ഓഫറായിട്ട്. അങ്ങനെ 1600 വെച്ചില്ല, ഒരു 350 രൂപ കുറച്ച് 1650 രൂപയായി. കൊള്ളാനുണ്ട് ഹെൽമെറ്റ്, സൂപ്പർ അല്ലേ. ഈ ഹെൽമെറ്റിലാണ് നമ്മൾ ട്രാവലോ ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴാണ് റൈഡർ ലുക്ക് ആയതല്ലേ. അപ്പോൾ ഇനി വേണ്ടത് നമുക്കൊരു നല്ല ജാക്കറ്റ് വാങ്ങണം. പിന്നെ പാൻറ് എൻ്റെ കൊണ്ട് ഒരെണ്ണം കിട്ടിയായിരുന്നു. അപ്പോൾ ഈ റൈഡിങ് ജാക്കറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അതും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഫുൾ പ്രോ റൈഡർ ആവും നമ്മൾ. വേറെ വിഷയങ്ങളൊന്നും ഇല്ല അല്ലേ. ശരി, അപ്പോൾ അതൊക്കെ ഇരിക്കട്ടെ. റൈഡ് എവിടെ പോകാം അത് പറ, അതല്ലേ വിഷയം മെയിനായിട്ട്. എവിടെ പോകണം സത്യം പറഞ്ഞ കൺഫ്യൂഷനിലാണ് രാവിലെ തൊട്ട്. എവിടെ പോകാം പറ. തെങ്കാശി പോകണോ കൊല്ലം പോകണോ? നിങ്ങൾ പറഞ്ഞ ഉടനെ നമ്മൾ പറഞ്ഞു. അത് നമ്മൾ വെയിറ്റ് ചെയ്യാം. വാ, ഈ വീഡിയോ വരെ നാളെ ആവുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് എവിടെ പോകണം എന്നുള്ളത്. പോവാം അല്ലേ, തെങ്കാശി പോകണ്ടേ? ഒരു കാര്യം ചെയ്യാം, തെങ്കാശി അല്ലെങ്കിൽ കൊല്ലം ഈ ലൊക്കേഷനിലോടങ്ങി പോവാം. ഇപ്പം എവിടെയാണെന്ന് കൺഫേം ആയിട്ടില്ല. ഇവിടെ നിന്ന് വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ ഒരു മൂഡ് വരും. ആ മൂഡിൽ നമുക്ക് എവിടെ പോവോ അവിടെ പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ പൂജപ്പുര പാർക്കിൽ പോവാം, നല്ല രസമാണ്. അവിടെ പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അതെല്ലാം ചുറ്റി ഇറങ്ങിയിട്ട് നേരെ വീട്ടിൽ വരാം. ചിലവും ഇല്ല, 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. നേരത്തെ നീ കളിക്കണ ഐശുട്ടി കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, ലോങ് ട്രാവൽ ചെയ്യാമല്ലോ ബൈക്കിലൊന്നും. അടുത്ത ആഴ്ച കാറിൽ പോകാം കേട്ടാ. ബൈക്ക് ചെയ്യാമല്ലോ, ബൈക്കിൽ നമുക്കേ പറ്റുന്നു സത്യം പറയാലോ. കാറിൽ പോട്ടാ, സൂപ്പറായിട്ട് ഗ്യാസ് കിട്ട് പാട്ടും കേട്ട് പോവാന്ന് വേറൊന്നും പറയാനില്ല, അത്ര തന്നെ പോകാമല്ലോ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളയ്ക്കണം. കാരണം അതായി പറ, കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗോയ്സ്. കമോൺ ഗോയ്സ്, കൊട്ടൊക്കെ നിൽക്കണം. വാ വാ വാ, എങ്ങോട്ടെങ്കിലും പോവാം വാ. സ്റ്റക്കായി പോയി. ചൂടുള്ള ഒഴിക്കാൻ ഓട് കൗണ്ടർ അടിക്കാൻ നോക്കും. ഓക്കെ, അപ്പോൾ പോകാൻ വേറെ വിഷയങ്ങളൊന്നുമില്ല. വേറെ ഒരു വിഷയമില്ല. പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ, റെയിൻകോട്ട് വേണ്ട. കുടിക്കാനുള്ള വെള്ളം ഉണ്ടല്ലോ. ഓക്കെ, പിന്നെ എന്ത് വേണം? പവർ ബാങ്ക് ആൻഡ് ചാർജ് കേബിൾ എല്ലാം അടുത്ത് വെച്ചുകൊണ്ട് വേറെ വിഷയങ്ങളൊന്നുമില്ല. എല്ലാം സെറ്റാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരിക്കണം. എന്തറിയാമോ, ആകപ്പാട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈറ്റ് ആണ്. അതിനിടയ്ക്ക് എന്തെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് പൈസ കഷ്ടപ്പാടൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ റെഡിയാക്കി ട്രിപ്പ് പോകുമ്പോൾ പോയിട്ട് വന്ന് റീച്ച് ചിലപ്പോൾ കുറയും കൂടും, അത് വേറെ വിഷയം. അതൊക്കെ എല്ലാം കണ്ട് സഹിക്കണത് സത്യം പറഞ്ഞാൽ വേറെ ലെവൽ ഫീലാണ്. സത്യം പറഞ്ഞാൽ ട്രിപ്പ് പോകുന്ന കാര്യം ഒരു ആഡംബരം പോലെ ആയാലും നമുക്കിത് ജോലിയാണ്. നമുക്കിത് ചെയ്താൽ മാത്രമേ റവന്യൂ യൂട്യൂബിൽ നിന്ന് വരവുള്ളൂ. ചില സമയത്ത് ലോസ് ആയിരിക്കും, ചില സമയത്ത് പ്രോഫിറ്റ് കിട്ടും. അത് വീഡിയോ റീച്ച് പോലെ ആയിരിക്കും. അങ്ങനെയൊക്കെ ഒരുമാതിരിത്തെ ഫീലൊക്കെ ഉണ്ട് മനസ്സിനകത്ത്. എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ്, ചെയ്തേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, വേറെ വിഷയമൊന്നുമില്ലാതെ. രാവിലെ സെൻറ്റ് അടിച്ച് മൂഡ് ഓഫ് ആക്കാനുള്ള ആദ്യം പോയി എയർ ചെക്ക് ചെയ്യണം. അയ്യോ, എവിടെ പോയാലും തിരക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാറ്, അതിൻ്റെ ഫ്രണ്ടിൽ ബൈക്ക്, അതിൻ്റെ ഫ്രണ്ടിൽ വേറൊരു കാറ്, ഇത്രയും പേര് നിൽക്കുന്നത്. ഇതിനിടയ്ക്ക് നമുക്ക് ചെക്ക് ചെയ്ത് തരോ അണ്ണ എയർ ചെക്ക് ചെയ്യോ എന്തൊക്കെ പ്ലാനിങ് ആയിരുന്നു. വാഗമന് പോവാം, ആലപ്പുഴ പോവാന്നൊക്കെ. പക്ഷേ ട്രിപ്പിന് ഇറങ്ങിയപ്പോൾ വെറും കൊല്ലം തെങ്കാശി ആയിപ്പോയി. 500 കിലോമീറ്റർ ആകുമ്പോൾ എയറും ചെക്ക് ചെയ്യണം, ലൂബും അടിക്കണം അല്ലേ. 500 കിലോമീറ്റർ അല്ല, ആഴ്ചയിലേക്ക് എയർ ചെക്ക് ചെയ്യണം കണക്ക്. പിന്നെ നമ്മൾ ഓടും പോലെ ഇരിക്കും. ടയർ മാറ സമയമല്ലേ? ഒന്നുകൂടെ ആയില്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ എന്നാൽ ഐശ്വര്യമായിട്ട് എയറൊക്കെ ചെക്ക് ചെയ്ത് വേറെ വിഷയങ്ങളൊന്നുമില്ല. വണ്ടി കംപ്ലീറ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെ എന്ത് വേണം വാണിക്ക്? കയ്യിൽ ഗ്ലൗസാ? വാണിക്ക് ഗ്ലൗസ് വേണമെന്ന് പറഞ്ഞ് കൈ ഇടുന്നത്. വെയിലടിക്കുകയല്ലേ ഭയങ്കരമായിട്ട്. 150 രൂപ? അപ്പോൾ അല്ല, കൂടുതലാണല്ലോ അത്. ഓക്കെ, വാണിക്ക് ഗ്ലൗസ് വാങ്ങിച്ചുകൊണ്ട് 150 രൂപ പറഞ്ഞ് 100 ആക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഇരിക്കട്ടെ, എന്തായാലും ആവശ്യമുള്ളതല്ലേ. യൂട്യൂബ് ചാനലുണ്ട്. ഇൻസ്റ്റാഗ്രാം വലിയ ആക്റ്റീവ് അല്ല, യൂട്യൂബാണ് മെയിൻ. ഓക്കെ, 100 രൂപ അടച്ചിട്ടുണ്ടേ ഗൂഗിൾ പേയിലോട്ട്. ശരി, ഓക്കെ, പോട്ടാ. ഹാപ്പിയാ? സ്റ്റിക്കർ ശരി, പോവാന്നാ. എവിടെയെങ്കിലും പോവാം. ഇന്നത്തെ ട്രിപ്പിൻ്റെ പേര് എവിടെയോ. ശരി, തെങ്കാശിനെ പോവാം അല്ലേ. തെങ്കാശിയിൽ കുറേ സ്ഥലങ്ങളുണ്ട് കാണാത്തൊക്കെ, അവിടെയൊക്കെ പോവാം. എവിടെയാണ് പെട്രോൾ അടിക്കേണ്ടത്? എന്താ വന്നിട്ടേ അതുവഴിയാ? ഓക്കെ, എത്ര അടിക്കാൻ വേണ്ടി? 500 അടിക്കട്ടാ? 550 അടച്ചിട്ടുണ്ടേ. ഓക്കെ, അങ്ങനെ ഐശ്വര്യമായിട്ട് പെട്രോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യം കഴിഞ്ഞ് എയർ ചെക്ക് ചെയ്ത് പെട്രോൾ അടിച്ച് ഗ്ലൗസ് വാങ്ങിച്ച് അല്ലേ.
അപ്പോൾ ഇനിയുള്ള ഫുൾ കാര്യങ്ങൾ കറക്കം തീറ്റി വേറെ ഒന്നുമില്ല. കറങ്ങുക തിന്നുക കറങ്ങി നടക്കുക. ഇതുപോലത്തെ ലൈഫ് അവിടെ കെട്ടൂല. ഇതൊക്കെ ട്രാവൽ ലെവൽ മാത്രമേ ഉള്ളൂ. പക്ഷെ കുറച്ച് റിസ്ക് ആണ്. എന്ത് ചെയ്യാൻ, വരുമാനമൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ കിട്ടൂല. ചില സമയത്ത് ലോസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ സഹിച്ച് മുന്നോട്ട് പോകണം. എല്ലാ തൊഴിലിലും കഷ്ടപ്പാടുണ്ട്. ഈ തൊഴിൽ ഇങ്ങനത്തെ കഷ്ടപ്പാട്, പക്ഷെ ഇത് മനസ്സ് സന്തോഷമായിട്ട് വർക്ക് ചെയ്യാം നമുക്ക് സൂപ്പറായിട്ട്. അതൊക്കെ കറക്റ്റാണ് വരും. നല്ല മനസ്സോടെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ലോസ് ആവില്ല. അത് എന്തെങ്കിലും ദിവസം പ്രോഫിറ്റ് ഉണ്ടാവും. അതുവരെ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കും. അത്ര തന്നെ, വേറെ വിഷയമൊന്നുമില്ല. ഇതാണ് എൻ്റെ മെസ്സേജ്. ഓക്കെ കമോൺ കൊട്ടൊക്കെ നിൽക്കണം. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ പഠിച്ചുള്ള ചുട്ടുപൊള്ളുന്ന വെയിലാണ്. ഈ വെയിലത്ത് സത്യം പറഞ്ഞാൽ ആരും ഇറങ്ങൂല. നമ്മൾ ഇറങ്ങും, കാരണം നമ്മൾ ട്രാവൽ ലോഗർ ആയതുകൊണ്ട്. ഇറങ്ങില്ലേ പറ്റൂ, ജോലിയല്ലേ. മണി ഇപ്പോൾ കറക്റ്റ് 11 മണിയായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുന്നതോറും നല്ല ചുട്ടുപൊള്ളുന്ന വെയിലായിരിക്കും. അപ്പോൾ ഈ വെയിലത്ത് വേണ്ടത് മെയിനായ കാര്യം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിൽ നിന്ന് പറഞ്ഞാൽ നേരെ തെന്മല പോകുന്ന, അവിടെ നേരെ തെങ്കാശി. ഇതാണ് എപ്പോഴും പോകുന്ന റൂട്ടിനത്. അപ്പോൾ ഈ റൂട്ടൊക്കെ ചുമ്മാ ഓടിച്ചും വിടാം. ഓക്കെ മതിയല്ലോ. ഇതാണ് ബസ് KSRTC നെടുമങ്ങാട് പേരൊക്കെ PM ചെയ്യാം. ഇതിൻ്റെ ബാക്കിൽ നിന്ന് കുറേ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വണ്ടി ഓവർടേക്ക് ചെയ്ത് പോകണം. അത് മെനക്കെട്ട് ഗ്യാസാണ്, കംപ്ലീറ്റ് വളവും കാര്യങ്ങളായതുകൊണ്ടേ. അത് നെടുമങ്ങാട് വരെ ഈ പുള്ളിക്കാരൻ കാണും. എന്തായാലും അതുവരെ ഈ പുള്ളിക്കാരനെ ഫോളോ അപ്പ് ചെയ്ത് പോവാം. അടിക്കണ വെയിലല്ലേ, നെടുമങ്ങാട് കഴിഞ്ഞേ ഉള്ളൂ. അതിന് വെള്ളം മസാല സോഡയും നാടൻ മോര് കുടിച്ച് നോക്കിയല്ലോ. നാടൻ മോരാണ് ഇത്. പച്ചമുളക് അരച്ചല്ലേ? കാന്തിരി മുളകാണോ സാധാ മുളകാ? സാധാ മുളക്. ഇത് സംഭവം എന്താണ്? മസാല ഇല അരച്ചത്. മല്ലിയില, പുതിന ഇല, കറിവേപ്പില ഇല എല്ലാം കൂടെ നല്ല അരച്ചിട്ട്. ഇഞ്ചി ഉണ്ടാകും, അടിപൊളി. ഈ വെയിൽ സമയത്ത് പറ്റിയ സാധനമാണല്ലേ ഇത്. മോരൊക്കെ ഇവിടെ ചെയ്യണതന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യും. അപ്പോൾ നമ്മളെ മോര് റെഡി ആയിട്ടുണ്ട്. നാടൻ മോര് അടിച്ച് കലക്കിയാൽ മതി, അത്രേ ഉള്ളൂ. രണ്ടാടി അങ്ങോട്ടൊന്ന് ഇങ്ങോട്ടൊന്ന്. പിടിച്ചോ. നാടൻ മോര് ഇത് കുടിച്ചിട്ട് നമുക്ക് സ്ഥലം പെടാം. ഓക്കെ, താങ്ക് യു. നല്ല അരി കേട്ടോ. വാണിക്ക് ബാഗ് ചുമക്കാൻ വയ്യാന്ന്. അപ്പോൾ ഒന്ന് കെട്ടി വെക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. എന്ത് ചെയ്യാൻ, നല്ല വെയിലല്ലേ. പൊള്ളണ്. വണ്ടിയിൽ പോകാൻ പറയാൻ പറ്റില്ല. ചുമ്മാ നിന്ന് കഴിഞ്ഞാൽ വേറത്ത് കുളിക്കുകയാണ്. ഓക്കെ, ആദ്യം ഇങ്ങനെ ഇടണം. ഇങ്ങനെ ഇട്ടിട്ട് ഇതിനകത്തോടെ കിട്ടണം. അത്യാവശ്യം ഇവിടെ ഹുക്കടായി. ഓക്കെ, ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. അവിടെ ഇട്ട് മാക്സിമം നീട്ടിയിട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടൈറ്റ് കിട്ടും. ഓക്കെ മതിയല്ലോ. മെയിനായിട്ട് സെൻറ്റർ പിടിച്ചോണം, ബാഗിൻ്റെ ബാലൻസ് ഈവൻ ആവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ചരിഞ്ഞ് എവിടെയെങ്കിലും. ഓക്കെ സൂപ്പർ. അങ്ങനെ ബഞ്ച് റോപ്പ് കെട്ടിയിട്ടുണ്ട്. ബാഗിനകത്ത് വേറെ ഒന്നുമില്ല. കുപ്പിയിൽ വെള്ളമുണ്ട്, പിന്നെ എന്തോന്നു സെൽഫി സ്റ്റിക്കുണ്ട്, പിന്നെ എന്തോന്നു പവർ ബാങ്ക്, അത്ര തന്നെ. ഓക്കെ, നമ്മൾ മോരുവെള്ളം കുടിച്ച് കഴിച്ചുകൊണ്ട്. മോരുവെള്ളം 20 രൂപയാണ് ഒരു മോരുവെള്ളത്തിൽ. അങ്ങനെ 40 രൂപ ആയിട്ടുണ്ട് എണ്ണത്തിന്. വണ്ടി നേരെ കട കൊണ്ട് കയറ്റിയാലോ. ഓക്കെ, തിരിക്കണ്ടേ? റോഡിൽ ഇരിക്കാൻ പറ്റില്ല. റോഡിൽ ഫുൾ വണ്ടികൾക്കാർ വരെയാണ്. അതുകൊണ്ട് കടയ്ക്കകത്ത് കയറ്റി തിരിച്ചാണ്. അപ്പോൾ ഇനി വേറെ വിഷയം നല്ല ആക്റ്റീവ് വൈബായി മോര് വെള്ളം കുടിച്ചപ്പോൾ നല്ല എനർജി കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് ഇനി വെള്ളം ദാഹിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി വെള്ളം കുടിക്കാം. തണ്ണിമത്തങ്ങ ജ്യൂസോ കുടിച്ച് പോവാം അല്ലേ. ഭയങ്കര ഉറക്കം പോകണം എൻ്റെ അമ്മോ. ആഹാ, കിറുങ്ങട് കണ്ണ്. സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ ആൾറെഡി ഇത് കുറേ വന്ന സ്ഥലമാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഉറക്കം വരണം, ബോറടിക്കാനുണ്ടായിരിക്കാം. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിൽക്കാം. ബൈക്കിന് റെസ്റ്റ്, നമുക്ക് റെസ്റ്റ്. ഒന്ന് ഉറക്കം മാറട്ടെ അല്ലേ. ദേവസ്ഥല മേലെ മുക്ക്. ഏത് വണ്ടി ഇത്? കോഴി വണ്ടി. കോഴിയില്ല. കണ്ണ് കേട്ടാ നല്ല ഉറക്കമാണ്, കിറുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ശരിയാ, ഓക്കെ അല്ലേ? ഓക്കേണോ? ബോറടിക്കും. വീട്ടിൽ പോയാലോ നേരം? നോക്കാം, അങ്ങോട്ട് പോവാം. ഒന്നാമത് വെയിലും അതിനിടയ്ക്ക് ഉറക്കം കൂടെ എല്ലാം കൂടെ ഒരുമാതിരി കെറിഞ്ഞ് നിൽക്കുകയാണ്. എന്തായാലും ചെറിയൊരു വിശപ്പ് പോലെ ഫീൽ ആവുന്നുണ്ട്. വിശപ്പാണ് വെള്ളം ദാഹം അറിഞ്ഞൂടാ, രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരെയാണ്. ഇപ്പോൾ ടോട്ടൽ ട്രിവാൻഡ്രത്തിൽ നിന്ന് തെങ്കാശി പോകാൻ 111 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മളിപ്പോൾ മൊത്തം 50 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കഴിച്ചിട്ട് പോകാം. ഫുഡ് സ്റ്റുഡിയോ അന്ന് കഴിച്ച് ഓർമ്മയുണ്ടാവും. ഇവിടെ അച്ചൻകോവിൽ പോയ സമയത്തല്ലേ? ഓക്കെ. കംപ്ലീറ്റ് വെയിലാണല്ലോ. ഇവിടെ കൊണ്ട് ഒന്ന് വണ്ടി വയ്ക്കാം. അപ്പുറത്തൊക്കെയാണ് വണ്ടി കൊണ്ട്. ഇവിടെ ജ്യൂസ് ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ ജ്യൂസ് കുടിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറ് വേണമെങ്കിൽ കഴിക്കാം. എന്ത് വേണം ചെയ്യാം. ചോറ് കഴിച്ചാൽ ഉറക്കം വരും. ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അകത്ത് കയറി കഴിക്കാം. ഓക്കെ, കയ്യൊക്കെ വൃത്തിയൊക്കെ കഴുകിയിട്ടുണ്ട്. 2 ഊണ്. ചോറ്, പരിപ്പ്, പപ്പടം, ഉണ്ടക്ക മെഴുക്ക് വരട്ട്, ബീട്രൂട്ട് കിച്ചടി ശരിക്കും ഉണ്ടല്ലോ മാങ്ങാച്ചാറ്. പിന്നെ ഇത് ബീട്രൂട്ട് തോരൻ. ചൂടുണ്ട്.
ഓക്കെ, സൂപ്പർ ചാപ്പാട് കേട്ടോ. 2 ഊണ് നല്ല വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട്. 1 ഊണ് 80 രൂപയാണ്, 2 ഊണ് 160 രൂപ ആയിട്ടുണ്ട്. ഇവിടുത്തെ ലൊക്കേഷൻ്റെ പേര് ചോഴിയക്കോടാണ്. കൂൾ ഡ്രിങ്ക്സ്, കുലുക്കി സർബത്ത് വേണോ? വേണ്ടേ? ഐസ്ക്രീം മതിയല്ലേ? സത്യം പറഞ്ഞാൽ വെള്ളം സഹിക്കാൻ പറ്റില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയ വിഷയം. നമ്മൾ ഈ വെയിൽ കാരണം നമ്മളെ ദേഹത്തുള്ള കംപ്ലീറ്റ് വെള്ളം ഉറിഞ്ഞെടുക്കുകയാണ്. വെള്ളം കുടിച്ച് വയറ് നിറഞ്ഞാൽ ദാഹം തീരുന്നില്ല. ഒരു കാര്യം ചെയ്യുന്നത്, ഐസ്ക്രീം കഴിക്കാം. ഇത് സ്പൂൺ തന്നെ ഉണ്ടോ? അല്ലല്ലോ, ഉണ്ടല്ലോ. ഒരു ഐസ്ക്രീം 50 രൂപ, 2 100. അയച്ചിട്ടുണ്ടേ? ഓക്കെ, അങ്ങോട്ട് കഴിക്കാം. ഓക്കെ, പോന്നാ. അങ്ങനെ മോര് വെള്ളം കുടിച്ച് ഊണ് കഴിച്ച് ഇപ്പം ഐസ്ക്രീം കഴിച്ച് എല്ലാം ആയല്ലോ, വയറ് നിറഞ്ഞല്ലോ. സത്യം പറഞ്ഞ് ഈ വെയിലത്ത് പുറത്തിറങ്ങാൻ പാടില്ല. വീട്ടിലിരിക്കണം ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമ്മൾ ഈ വ്ളോഗർ ആയതുകൊണ്ട് എന്തെങ്കിലും കാണിക്കണ്ടേ 4 സ്ഥലം, അതിനുവേണ്ടി പുറത്തിറങ്ങിയതുള്ളൂ. നല്ല വെയിൽ കേട്ടോ, ഒരു രക്ഷയില്ല. ഒന്നല്ലെങ്കിൽ നമ്മൾ 3 മണിക്ക് ശേഷം പുറത്തിറങ്ങണം, അല്ലെങ്കിൽ അതിരാവിലെ 5-6 മണിക്ക് ഇറങ്ങിയിട്ട് ഒരു 10-11 മണിയാകുമ്പോൾ ഒതുക്കണം. അല്ലാതെ ഇങ്ങനെ കിടന്ന് വെയിലത്ത് ഓടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പോടെ ക്ഷീണം ഉണ്ടാവും, വെള്ളം ദാഹം ഉണ്ടാവും, അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ ലോങ് പോകണം. വല്ല ഊട്ടിയോ കൊടൈക്കനാലോ മൂന്നാർ നല്ല കൂളിംഗ് ആയ പ്ലേസിൽ പോകണം. അവിടെ തണുത്ത ക്ലൈമറ്റ് ആയിരിക്കും, നല്ല സുഖമായിട്ട് കറങ്ങി നടക്കാം അവിടെയൊക്കെ ആണെങ്കിൽ. അഗെയിൻ വി ഹാവ് റീച്ച്ഡ് ദ തെന്മല ഡാം. റൈറ്റ് സൈഡിലാണ് കാണുന്നത് തെന്മല കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ പോകണ്ട ഇതോ മളി കൂടെ. സൂപ്പർ അല്ലേ? അടിപൊളി. സത്യം പറഞ്ഞാൽ ഈ വഴിയിൽ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. ട്രെയിനാണ് ഫസ്റ്റ് ടൈമാണ്. നമ്മൾ ട്രെയിൻ ഓവർടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളിയായിട്ട്. ഇവിടെ ഹിൽ സ്റ്റേഷൻ അല്ലേ, ട്രെയിൻ പതുക്കെ പോകുള്ളൂ. അതുകൊണ്ട് നമുക്ക് ട്രെയിൻ ഓവർടേക്ക് ഈസി ആയിട്ട് പറ്റും. മലയിൽ നിന്ന് താഴോട്ട് കറങ്ങി ഒരു പരുവായി. ഇനി വിഷയമില്ല, നമ്മൾ തമിഴ്നാട്ടിലോട്ട് എൻട്രി ആയിട്ടുണ്ട്. നമ്മൾ തെന്മലൊക്കെ കുറേ പ്രാവശ്യം വന്ന് ബോറടിച്ചു പോയിട്ട്. സത്യം പറയാം, ഇനി ഇങ്ങോട്ട് വരാനേ പാടില്ല, മതി. ഇത് ലാസ്റ്റാണ്. ഇവിടെ നമ്മൾ വിസിറ്റ് ചെയ്ത കുറേ ഡാംസ് ഉണ്ട്. അടവിനാർ ഡാം, കുണ്ടാർ ഡാം, പിന്നെ വേറെ എന്തൊക്കെയോ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണണമെന്ന് ഐഡിയ ഉണ്ട്. ഞാൻ ബ്ലോഗ് തുടങ്ങിയ സമയത്ത് ഇങ്ങോട്ട് വന്നായിരുന്നു. അത് പഴയ ക്യാമറ എടുത്താണ്. ഇപ്പോൾ ഗോപ്രോ ക്യാമറ ഇതൊന്നും പാർത്തിട്ടില്ല. അപ്പോൾ ആ ലൊക്കേഷൻ തോന്നുമ്പോൾ എടുക്കണം. സത്യം പറഞ്ഞാൽ ഉറക്കം പറഞ്ഞ് കണ്ണൊക്കെ ഓട്ടോമാറ്റിക് അടഞ്ഞു പോകട്ടാ. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഉച്ചയ്ക്ക് ലഞ്ച് പീരീഡ് കഴിഞ്ഞ് അടുത്ത പീരീഡ് സോഷ്യൽ സയൻസ് ആയിരിക്കും. ആ സമയത്തൊക്കെ ഉള്ള ഫീലിങ്സ് എന്ന് പറയുമ്പോൾ കണ്ണ് കടന്ന് കയറും. ഈ സാറന്മാരാണെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഉറങ്ങിയ അടിയാണ്. അപ്പം ഉറങ്ങാതിരിക്കുകയും വേണം, പാഠം പഠിപ്പിക്കണത് ശ്രദ്ധിക്കുകയും വേണം. എല്ലാം കൂടെ അതിൽ പാഠം പറയുമ്പോൾ ആ ഒരു ഫീലിംഗ് സത്യം പറഞ്ഞാൽ കിറങ്ങണ്. അമ്മോ, തൂങ്ങാതടാ തൂങ്ങാതെ തമ്പി തൂങ്ങാതെ സോമ്പേരി എன்ற പെയർ വാങ്ങാതെ. ഇതൊക്കെ കണ്ട് പോ സൂപ്പർ ആയിരുന്നു. ഉണ്ടാ നല്ല ഗ്രീനി ആയിക്കണം അല്ലേ? ഇങ്ങോട്ടൊക്കെ കൃഷിയൊക്കെ അടിപൊളിയായിരുന്നു. ഇതൊക്കെ ചുമ്മാ കണ്ട് പോയാൽ ഉറക്കം വരില്ല അല്ലേ? സൂചിച്ച അച്ചൻകോവിൽ ലെഫ്റ്റ് പോയി 27 കിലോമീറ്റർ അച്ചൻകോവിലാണ്. പോകുന്ന വഴിക്കാണ് അടവിനാർ ഡാം പറഞ്ഞത്. നമ്മളിപ്പോൾ ചെങ്കോട്ടെത്തിയിട്ടുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 2:45 ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം പോകേണ്ട ലൊക്കേഷൻ അടവിനാർ ഡാമാണ്. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരം കാണുമായിരിക്കാം. നല്ല വീടല്ലേ, നല്ല പച്ച കളർ റോസ് കളർ ഇവിടെ സൂപ്പർ ആയിരുന്നു. ഇത് കണ്ട പെയിന്റ് അടിച്ചിക്കണ്ട ഐശ്വര്യ കമ്പികൾ. വീടിന്റെ പെയിന്റ് ഉണ്ടോ, പരസ്യങ്ങൾ. ഇപ്പൊ ഇങ്ങനെയാകുമ്പോൾ പരസ്യത്തിന്റെ പൈസയും കെട്ടും, വീടിന് പെയിന്റിങ്ങും ആയി. അങ്ങനെ ഉണ്ട്, സൂപ്പർ അല്ലേ? ഒരേ കല്ലിൽ 2 മാങ്ങ എന്ന് പറയും പോലെ. തമിഴ്നാട് പോക്കുവരത്ത് പേരൊന്ന് കഴങ്ങ ഒന്ന് മാറിത്താണ് പോട്ട് കയറി ഒന്ന്. അത്രേ ഉള്ളൂ, സിമ്പിൾ ഗ്യാസ്. ആട്ടോയുടെ ബാക്കിൽ എഴുതിക്കണ്ട പ്രസവத்துக்கு ഇലവസം. സൂപ്പർ അല്ലേ? ഇതൊക്കെയാണ് ആട്ടോക്കാരന്മാർ. നാ പ്രസവத்துக்கு ഇലവസമാ വരമാ, ഓ പിള്ളേക്കൊരു പേര് വെച്ച് തരമാ. അടവിനാർ ഡാം ഇവിടെ 2 കിലോമീറ്റർ റൈറ്റിലാണ്. മേക്കറ അമ്യൂസ്മെൻറ്റ് പാർക്ക്. എവിടെ ഇത്? കുതിരച്ചാട്ടം ഉണ്ട്, സൈക്ലിംഗ് ഉണ്ട്, റോപ്പിംഗ് ഉണ്ട്, പിന്നെ വേറെ ഗൺ ഷൂട്ടിംഗ് ഉണ്ട്. എന്തൊക്കെയാ ഉണ്ട്. ഇങ്ങോട്ട് പോവാം അടവിനാർ ഡാമിലോട്ട്. എൻ്റെ അമ്മോ, വെയിൽ സഹിക്കാൻ പറ്റില്ല. ഒടുക്കത്തെ വെയിൽ എല്ലായിടും ഒരുപോലെ തന്നെ കേട്ടോ. കേരളമായാലും തമിഴ്നാടായാലും വെയിൽ തന്നെ കൊളുത്തി അടിക്കുന്ന വെയിൽ. ആ ലൊക്കേഷനെ സൂപ്പർ തന്നെ, പക്ഷേ വെയിൽ കാരണം ഫുൾ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രീനിഷ് ഒക്കെ കുറഞ്ഞ് ഇപ്പോൾ യെല്ലോയിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ അല്ലേ? വാവ് അടിപൊളി. ബാക്കിൽ വലിയ മലകൾ, അതിൻ്റെ താഴെ നടുക്കായിട്ട് ഡാം, ചെറിയ ഡാം. ഇവിടെ നിന്ന് ചെറുതായിരിക്കും, അവിടെ പോയി വലിയ ഡാമാണത്. ഇവിടെ ഞാൻ പണ്ട് വന്നാണ് ബ്ലോഗ് തുടങ്ങിയ സമയത്ത് 2022 ഒന്നാണ്. ആളെ കൊണ്ട് ഫാമിലിയൊക്കെ എല്ലാവരും ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ കൊഞ്ചം സാപ്പാട് തരുവീങ്കളാ? ഇതുപോലെ ഫാമിലി ആയിട്ടിരുന്ന് കഴിക്കണ സുഖം വേറെയാണ് അല്ലേ? എല്ലാവരും ഒന്ന് ചെയ്യുന്നു. വണ്ടി അങ്ങോട്ട് പോകുമല്ലോ. വണ്ടിയൊക്കെ പോകും. തീ കാറ്റാണ് അടിക്കണത്. സൂര്യനെണ്ണ ഒന്ന് പതുക്കെ ഒന്ന് കുറച്ചതാ. വി ഹാവ് റീച്ച്ഡ് ദ ലൊക്കേഷൻ ഓഫ് അടവിനാർ കോവിൽ നീർത്തേക്കം ഡാം, നീർത്തേക്കം. ഓക്കെ, അങ്ങനെ ആർച്ചിനകത്ത് കയറിയിട്ടുണ്ട്. ഒരു 4-5 മണിക്കൊന്ന് കറക്റ്റ് ആയിരിക്കും അല്ലേ മണി? പക്ഷെ ആ സമയത്ത് വന്നിട്ട് കാര്യമില്ല, നമുക്ക് വേറെ കുറച്ച് സ്ഥലത്ത് പോകാനുണ്ടല്ലോ. ഓക്കെ, ഇതാണ് അടവിനാർ ഡാം. എപ്പടി പോകണം? മേലെ എവിടെ പോകണം? മേലെ വഴി കിട്ടാതെ അപ്പം വഴിയുണ്ടാ? ഓക്കെ. അതെന്ത് ഇവിടെ എങ്ങനെയാണല്ലേ? ഓക്കെ, ഇവിടെ കണ്ടു പോവാം. ഇപ്പോൾ ഈ ഡാമിൻ്റെ മുകളിൽ എന്തൊരു സംഭവം നടന്നിട്ടുണ്ട്. മിക്കവാറും ആരെയും മരിച്ചു കാണും ഡാമിൽ വീണേ. അതോടെ നിർത്തി കാണും ഡാമിലോട്ട് കയറണൊക്കെ. അതുകൊണ്ട് ഇവിടെ നിന്ന് കണ്ടു പോവാം. നല്ല വലിയ ഡാം തന്നെ. അപ്പം അങ്ങോട്ടൊക്കെ ഒരു വഴിയുണ്ട്, അങ്ങോട്ട് പോകുന്നവരുടെ. നമ്മളങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. മാങ്കായ്
വിശപ്പുണ്ടായിട്ട് വാങ്ങിച്ചതല്ല, ആൻറ്റി പറഞ്ഞോണ്ട് വാങ്ങിയത്. ഈ മാങ്ങ വയ്ക്കുന്ന ആൻറ്റി വന്നിട്ട് മലയാളിയാണ്, അടൂരാണ്. അപ്പോൾ ആൻറ്റി പറഞ്ഞ് മക്കളെ വന്നതായിരുന്നാലും വാങ്ങി കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ആൻറ്റിക്ക് വേണ്ടി മാങ്ങ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ വിശപ്പുണ്ടായിട്ട് കൊതി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ഡാമിൻ്റെ മുകളിൽ കയറാൻ പാടില്ലാണ് ഇപ്പോൾ റൂൾസ്. കാരണം വേറെ ഒന്നുമില്ല, ലോക്കൽ ഗ്യാങ്ങുകൾ വെള്ളമൊഴിയും പിന്നെ അടിപിടിയും പിന്നെ മുകളിൽ ഈ വെള്ളത്തിൽ ചാടി കുളിച്ച് ഇങ്ങനെ കുറേ ഭയങ്കര മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുകളിലോട്ട് വിസിറ്റ് അലൗഡല്ല. മിക്കവാറും ഭാവിയിൽ ശരിയാവുമെന്ന് പറഞ്ഞു. ഇതിനു വേണ്ടി 3 കോടി രൂപ ഒതുക്കിയിട്ടുണ്ട് ബഡ്ജറ്റ് ഗവൺമെൻറ്. അപ്പോൾ ആ പൈസ റെഡിയായി കഴിഞ്ഞാൽ ഈ ഡാം നല്ല പുതുക്കി പണിയും. പിന്നെ വേറെ വിഷയമില്ല. പുതുക്കി പണിയല്ല, മെയിൻ്റെനൻസ് ചെയ്യും. മൊത്തം മെയിൻ്റെനൻസ് ചെയ്ത് നല്ലപോലെ ടൂറിസ്റ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യും നല്ലപോലെ. അപ്പോൾ നമുക്ക് പോവാം. ഇപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇവിടെ നിന്ന് കാണാം. ഓക്കെ, ഒരു മാങ്ങ ഒന്നുകൊണ്ടിരിക്കാം ഒറ്റയ്ക്ക്. ഞാൻ ഇവ രണ്ടാമത്തെ, ചൂ 4ാമത്തെ തന്നെ അറിഞ്ഞില്ല. ഞാൻ അതല്ലേ പറഞ്ഞത്, വിശപ്പുള്ളതായിട്ട് പുള്ളിക്ക് അറിഞ്ഞിട്ടോ. ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്, ദേശീയ മാതാവിൻ്റെ. 2 ആന നടുക്ക് ദേശീയ മാതാവ്. അപ്പോൾ ഇവിടെയാണ്, ഇതാണ് ഗേറ്റ്, ഇവിടെ എൻട്രി വരുന്നത്. ഇതിൻ്റെ അകത്തൂടെ മിക്കവാറും പോകുന്ന വഴിയും തോന്നുന്നു കേട്ടോ. ഇവിടെ ലോക്ക് ചെയ്തിരിക്കുകയാണ്, അതൊന്നും പോകാൻ പറ്റില്ല. സ്ഥലം കൊള്ളാം, സൂപ്പറല്ലേ ആണി. പിന്നെ ചൂട് സഹിക്കാൻ പാടില്ല, അതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയുകയാണ്, മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യാൻ നോക്കുക വീഡിയോയ്ക്ക്. ലൈക്സ് കൂടുന്തോറും റീച്ച് കൂടും. പിന്നെ ഷെയറും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ റീച്ച് ആവും നല്ല പോലെ. അപ്പോൾ കുറച്ച് നമ്മൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ള ജെന്യൂനായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, അവർ ചെയ്താൽ തന്നെ ഒരുവിധം നമുക്ക് ഒരു റീച്ച് വരും. നമ്മളെ ചാനൽ ഗ്രോത്ത് ആയാൽ നമുക്ക് ഇനിയും കുറേ ട്രിപ്പ് ഇഷ്ടം പോലെ പോകാം. അല്ലാതെ ചെറിയ ട്രിപ്പ് പോകാൻ പറ്റുള്ളൂ. ഇതുപോലെ 50 കിലോമീറ്റർ 100 കിലോമീറ്ററിനൊക്കെ പോന്നാ വേറെ ഒന്നും ഇല്ല കാണിക്കാൻ അവിടെ. ഇത്രേ ഉള്ളൂ. ഓക്കെ, പോകാം. മണി ഇപ്പോൾ കറക്റ്റ് 3:30 മണിയായിട്ടുണ്ട് ഉച്ചയ്ക്ക്. അപ്പോൾ നേരെ വന്ന വഴി തിരിച്ച് പോകാം. സത്യം പറഞ്ഞാൽ ഈ ഡാമിൽ വന്നപ്പോൾ ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി. കാരണം അകത്ത് പോയി കാണാൻ പറ്റില്ലല്ലോ, വെളിയിൽ നിന്ന് കണ്ടോളൂ അല്ലേ. അപ്പോൾ അവിടെ ആൻറ്റി പറഞ്ഞ് ഈ വെയിലത്തെന്തിന് മക്കളെ മോളിൽ പോയി കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു യൂട്യൂബറാണ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെയാ ശരി പറഞ്ഞു. അപ്പോൾ നേരെ കുറ്റാലം പോകണമെന്ന് ഐഡിയ ഉണ്ട്. ഇവിടെ നിന്ന് കറക്റ്റ് 19 കിലോമീറ്റർ ദൂരമാണ്, 36 മിനിറ്റ് ആവും എത്താനായിട്ട്. സത്യം പറഞ്ഞാൽ അടിക്കുന്ന വെയിൽ ഒരിടത്ത് പോകാൻ പാടില്ല, പിന്നെ എവിടെയെങ്കിലും പോയാലേ പറ്റും. അപ്പോൾ നേരെ ഇവിടെ കുറ്റാലം പോയാലോ വാണി, എന്ത് പറയുന്നത്? വാണി കുളിക്കാൻ താല്പര്യമില്ലെന്ന് പറയണേ, ഉണ്ടായില്ലേ? വേറെ എവിടെ വിളിക്കാൻ? വേറെ ഡാമുണ്ട്, ഗുണ്ടാർ ഡാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ. ഇവിടെ നിന്ന് ഒരു എത്ര കിലോമീറ്റർ ദൂരമുണ്ട്? അതന്നെ സെയിം കുറ്റാലം പോകുന്ന ദൂരമുണ്ട്. ഇവിടെ നിന്ന് 19 കിലോമീറ്റർ ഉണ്ട്. അവിടെ വേണമെങ്കിൽ പോയി കുളിക്കാം. ആ ഡാമിൽ കുറച്ച് വെള്ളം കുറവായിരിക്കും, അതാണ് ആലോചിക്കുന്നത്. കുറ്റാലത്ത് ഇപ്പോൾ വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞത്. 2 ദിവസം നല്ല മഴയായിരുന്നു പറഞ്ഞു. അപ്പോൾ ആ മഴ കാരണം കുറച്ച് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് കുറ്റാലത്ത്. ഇന്ന് ഞായറാഴ്ച ആയിട്ട് ആൾക്കാർ കുറവാണ് ഇവിടെ കാണാൻ വരുന്ന ആൾക്കാരൊക്കെ. അതിൻ്റെ മെയിൻ റീസൺ പരീക്ഷ ആയിരിക്കും പിള്ളേർക്ക്. എന്തൊരു ആക്സിഡൻറ്റാ, എന്ത് പറ്റി? ഓ, ആക്സിഡൻറ്റ് തന്നെ. ഒന്നും പറ്റിയില്ല, കുഴപ്പമൊന്നുമില്ല, സേഫ് ആണല്ലോ അല്ലേ? കാല് മുറിഞ്ഞാ? അയ്യോ, അതൊക്കെ വരണം കണ്ട, വണ്ടി കയറി വരണുണ്ടോ ബസ്സൊക്കെ? ആ, പശുക്കൾ കയറി വരണം, ബസ് സൈഡ് കയറി വരുമ്പോൾ നമ്മൾക്ക് വഴിയില്ല, അതാണ് പ്രശ്നം. അവിടുത്തെ നമ്മളൊക്കെ മാക്സിമം പതുക്കെ പോകുള്ളൂ. നമ്മൾ ട്രിവാൻഡ്രം സൊമാറ്റോ ഓടുമ്പോൾ തന്നെ എത്ര ഇവിടെയൊക്കെ പോയിട്ടെന്ന് പറയുമ്പോൾ എല്ലാ റൂട്ടും മാക്സിമം നോക്കിയേ പോകുള്ളൂ. 4 കണ്ണാണ് സത്യം പറയാലോ. 2 കണ്ണ് ഫ്രണ്ടിൽ, 2 കണ്ണ് ബാക്കിൽ. ആ ബാക്കിൽ 2 കണ്ണ് പറഞ്ഞത് ഈ 2 കണ്ണാടി പോയി നോക്കും നമ്മൾ. അതായത് ഒരു മില്ലി സെക്കൻഡാണ് നമ്മൾ ഫോക്കസ് വേണ്ടത്. ഇത്ര ഷാർപ്പായിക്കണം. അല്ലാതെ എവിടെയെങ്കിലും വായി നോക്കിക്കൊണ്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പണി തന്നെ. ഇയാളെ കുറ്റം പറഞ്ഞല്ല, പൊതുവേ പറഞ്ഞത്. ഇയാൾക്ക് എന്തോ പറ്റി, എങ്ങനെയാണ് സംഭവം അറിഞ്ഞൂടാ, ഒന്നും അറിയാതെ പറയാൻ പാടില്ല. വേറെ വലിയ വിഷയമില്ല, കാല് നല്ല മുറിവുണ്ടെന്നാണ് പറയണത്. ഇപ്പോൾ കുറച്ച് വെയിൽ കുറഞ്ഞുകൊണ്ട് ഇപ്പോൾ വണ്ടി ഓടിക്കാത്ത സുഖമുണ്ട്. സത്യം പറയല്ലോ, മെയിൻ കുഴപ്പം വെയിലാണ് കേട്ടോ. വെയിലും വെള്ളം ദാഹമായിരുന്നു. ഇത് കാരണം നമുക്ക് ബ്ലോഗ് ചെയ്യാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, ഒരു മൂഡ് പറഞ്ഞില്ല. ഇപ്പോൾ ഒന്ന് കുറച്ച് ദിവസം മാറി വരെയാണ്. നമ്മളിപ്പോൾ ശങ്കോട്ട് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് റൈറ്റ് പോയാൽ വന്ന വഴി ട്രിവാൻഡ്രം പോവാം. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കുട്രാളമാണ്. കുട്രാളം സിറപ്പ് നില പേരൂരാட்சி അൻപുടൻ വരവേற்கிறது. வருகிறோம். 5 ഫാൾസ് ഉണ്ട്, 4.6 കിലോമീറ്റർ ദൂരത്തിലാണ്. അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ പോകുന്നത് മെയിൻ കുട്രാളം മാത്രം പോയി കുളിച്ചിട്ട് വരും, അത്ര തന്നെ. വെള്ളം ഉണ്ടെങ്കിൽ കുളിക്കാം, ഇല്ലെങ്കിൽ പോയി കണ്ടിട്ട് വരും, അത്ര തന്നെ. അപ്പോൾ ഇതുവഴി നേരെ തിരുച്ചെന്തൂർ പോകാൻ പറ്റും. 130 കിലോമീറ്റർ ദൂരമുണ്ട്. ഓക്കെ, കെട്ടിപ്പോയി ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. ഇതാണ് കുട്രാളം പേരറിവി, തിരുക്കുട്രാളം പേരറിവി നുഴവ് വായിൽ. സംഭവം ബൈക്കിന് എൻട്രി ഫ്രീ ആണ്, അകത്ത് ചാർജ് ഒന്നുമില്ല. കാറിനാണ് ചാർജ് കൊടുക്കണം. കുട്രാള തണ്ണിയില്ല കുളിച്ചത് പൊള്ളിരിക്കുന്നത്. കുട്രാളത്തിൽ തണ്ണി ഉണ്ടോ എന്തോ ഉണ്ടാ. ശരിക്കും വണ്ടികളുണ്ട്, കുളിക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. വണ്ടി എവിടെ കൊണ്ടുവയ്ക്കാം? ഈ സൈഡിൽ വയ്ക്കാനാ? അവിടെ വയ്ക്കാം. വാ, ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് പോകണം. വാ. എൻ്റെ അപ്പോൾ ഏതൊരു വെയിലിത് സഹിക്കാൻ പറ്റില്ല അല്ലേ? പൊള്ളണ്, കണ്ണാൻ കീറുകയാണ്. വെള്ളം കുറവ് തന്നെ, ഉള്ള വെള്ളത്തിൽ കുളിക്കാം, അത്ര എന്താ. ഞാൻ കുളിച്ചിട്ട് പോയി, ചൂട് സഹിക്കാൻ പറ്റില്ല. അത് നമുക്ക് കുളിക്കാം. രണ്ടാമത് വാണി പോയി കുളിക്കട്ടെ. ഓക്കെ, ആണുങ്ങൾക്ക് ഇവിടെ, പെണ്ണുങ്ങൾക്ക് അപ്പുറത്താണ് കുളിക്കേണ്ടത്. ഈ ചൂട് സമയത്ത് കുളിച്ചെന്നുണ്ടെങ്കിൽ ശരിയാവില്ല.
ഇത്ര മതി. ഇനി അകത്ത് കൊണ്ടുപോയി പണി കിട്ടും. ക്യാമറ ഓഫായി പോകും. ക്യാമറ കംപ്ലൈൻ്റ് ആവും വെള്ളം കയറി കഴിഞ്ഞാൽ. അപ്പോൾ ഗോപ്രോ വന്നിട്ട് വാട്ടർ പ്രൂഫെല്ലാം പോയി കിടക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൽ മുക്കാൻ പറ്റില്ല. കുറേ കുളിച്ച് കുറേ വെള്ളം കുടിച്ച് നല്ല വെള്ളം കേട്ടാ. ഫ്രഷ് വാട്ടറായി കുടിച്ച് വയറൊക്കെ മാറി. നല്ല ദാഹം ഉണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ വെയിൽ സമയത്ത് പറ്റിയൊരു കുളിയാണ് കുറ്റാലം കുളി. വെള്ളം കുറവാണ് എന്നാലും കൊള്ളാം, കുളിക്കാൻ വെള്ളമൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ യാസി മുറിക്കകത്ത് പോയ ഫീലായി. നല്ല മസാജായിരുന്നു. വെള്ളമൊക്കെ നല്ല പടക്കിനെ കുറുക്കി വീണുണ്ടായി. ഒരു മസാജിങ് ഫീലായിരുന്നു. അപ്പോൾ ദേഹത്തിലെ ക്ഷീണമൊക്കെ മാറി കെട്ടി നല്ല എനർജി കെട്ടിയിട്ടുണ്ട്. വെള്ളം കുടിച്ചപ്പോൾ നല്ല ഡീഹൈഡ്രേഷൻ മാറി സൂപ്പറായി. നീ പോയിട്ട് വാ, ഇങ്ങനെ പോയിട്ട് വാ. കുളിച്ചെല്ലാം മാറും. കടന്നു പോയിട്ടോ. അപ്പോൾ വാണി കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഒട്ടുകാരായി സൂപ്പറല്ലേ? വെള്ളം കുടിച്ചാ? കുടിക്കുന്നുണ്ട്. ഞാൻ കുറെ കുടിച്ച് ഉണങ്ങിക്കോളും. സംഭവം ഉടുപ്പൊക്കെ ഉണങ്ങിക്കോളും. ബൈക്കിൽ പോകാനായിട്ട് നല്ല കാറ്റടിക്കും. 10 മിനിറ്റ് മതി ഉണങ്ങാൻ. ഇപ്പോൾ നമ്മൾ അടുത്ത പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് കാശി വിശ്വനാഥ കോവിൽ. ഇവിടെ നിന്ന് കറക്റ്റ് 5.6 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഇനി വേറെ സ്ഥലത്ത് പോകാൻ ഐഡിയ ഒന്നുമില്ല. കാരണം ഇപ്പോൾ തന്നെ 5:30 മണി ആവാറായി. 6 മണിക്കെല്ലാം ക്ലോസ് ചെയ്യും. എല്ലാ ഡാമും ക്ലോസ് ചെയ്യും. ഗുണ്ടാർ ഡാമിന് പോയിട്ട് കാര്യം വെള്ളമൊന്നുമില്ല അവിടെ. അപ്പോൾ ഇവിടെ കുറ്റാലത്ത് കുളിച്ച് സൂപ്പറായിട്ട് രാത്രി വേണമെന്നുണ്ടെങ്കിൽ വാട്ടർ ബോട്ട് കഴിക്കാം. എന്താണ് നല്ല പൊറോട്ട ഇറച്ചി വെച്ച് സൂപ്പറായി കഴിച്ചിട്ട് വേണമെങ്കിൽ നേരെ വീട്ടിൽ പോകും. അത്ര ഇന്ന് വേറെ സംഭവമൊന്നുമില്ല. ജസ്റ്റ് ഒരു വീക്കെൻഡ് കറക്കാം, അത്ര തന്നെ. അതിനുവേണ്ടി ഇറങ്ങി കുറച്ച് കറങ്ങി വന്ന് കുളിച്ച് വെള്ളം കുടിച്ചു പോലോ. പോവാം. ഇനി അടുത്ത് കോവിലും ഓക്കെ. നമ്മൾ മാപ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് 5.6 കിലോമീറ്റർ ദൂരമുണ്ട്. ശിവൻകോവിൽ, തെങ്കാശി കാശി വിശ്വനാഥ ശിവൻകോവിൽ. 10 മിനിറ്റ് ആവത്താനായിട്ട് ഇത്ര തന്നെ. സംഭവം കൊള്ളാം. 1 ഡേ ട്രിപ്പായിട്ട് വരാൻ കൊള്ളാം. ഈ ചൂട് സമയത്തൊക്കെ ഒരു തണുത്ത വെള്ളത്തിൽ കുളിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ കുറ്റാലത്ത് വെള്ളമൊക്കെ കൊണ്ട് ആവശ്യത്തിന് കുഴപ്പമില്ലാതെ. നാളെ മറ്റന്നാളൊക്കെ ഭയങ്കര മഴയാണെന്ന് പറഞ്ഞിരിക്കണത്. ഞാൻ സമയത്ത് ഇങ്ങോട്ട് വിടാനൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ വന്ന് കുളിച്ചാൽ കൊള്ളാം. ഇനിയിപ്പോൾ വരാൻ പറ്റൂല. ഈ വ്ളോഗ് വരുമ്പോൾ നാളെയാവും. ഇപ്പോൾ മഴ സമയത്ത് ഇങ്ങോട്ട് വരാൻ പാടില്ല. ഭയങ്കര ഡേഞ്ചറാണ്. ചില സമയത്ത് പ്രതീക്ഷിക്കാതെ മഴ വരും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം വന്ന് ആൾക്കാരെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ എത്രയോ പേര് മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം വെതർ റിപ്പോർട്ട് നോക്കിയിട്ട് നമ്മൾ കുളിക്കാൻ പോകണം നല്ലത്. ചില സമയത്തൊക്കെ ഗവൺമെന്റ് പോലും കൈവിട്ട് പോകുന്ന കേസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അവർ പോലും വെതർ റിപ്പോർട്ട് നേരെ നോക്കാതൊക്കെയാണ് ചില സമയത്തൊക്കെ അലോ ചെയ്യണത്. അപ്പോഴൊക്കെ ഉഗ്രം പണി കിട്ടിയിട്ടുണ്ട് ഇത്രയും പേർക്ക്. അതുകൊണ്ട് നമ്മളൊന്ന് കൺഫേം ചെയ്തേക്കണം വെതർ എങ്ങനെയാണെന്ന് കാര്യങ്ങളൊക്കെ. ഇവിടെ ഇങ്ങോട്ട് പോകാനി ഇവിടെ റൈറ്റാ റൈറ്റ്. കുളിച്ചപ്പോൾ എന്ത് ആശ്വാസമല്ലേ. നല്ല സുഖമുണ്ട് വണ്ടി ഓടിക്കാനൊക്കെ. ഇപ്പോൾ ഇവിടെയാണ് കോവിൽ മാപ്പ് കാണിക്കണം നേരെ പോകാനായിട്ട്. നേരെ 1 വേ ആണ്. കയറി പോകുന്ന ആൾക്കാരൊക്കെ വിഷയമില്ലേ. നേരെ പോലാമാ? ഓക്കെ 1 വേ കുഴപ്പമില്ല. 1 വേ ഓക്കെ. ഇപ്പം ഇന്ന് ഞായറാഴ്ച ആണ്, ചിലപ്പോൾ 1 വേ കാണൂലായിരിക്കാം. തിങ്കളാഴ്ച രാവിലേക്ക് ആകുമ്പോൾ ഇത് 1 വേ ആയിട്ട് പ്രവർത്തിക്കും അല്ലേ. ശരി പാക്കാരിപ്പോൾ. ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് നമ്മളെപ്പറ്റി തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇവിടുത്തെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാരെന്നെ പറയുന്നത് പോകാമെന്ന്. നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കണം 1 വേ കൂടെ. വേറെ വിഷയമൊന്നുമില്ലല്ലോ. സൂപ്പർ അടിപൊളി കിട്ടില്ല അല്ലേ. വണ്ടി ഇവിടെ വയ്ക്കാം, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ വയ്ക്കാൻ തോന്നിയിരിക്കണത്. നമുക്ക് ആദ്യം കോവിലകത്ത് പോയി കുറച്ച് ഇരിക്കാം. ഒരു 1 മണിക്കൂർ ഫസ്റ്റ് ഒക്കെ ചായ കുടിക്കാം ആദ്യം അല്ലേ. അപ്പോൾ ആദ്യം പോയി ചായ കുടിക്കാം. ചായ കട അവിടെയാണുള്ളത്. നല്ല തിരക്കുണ്ട് അവിടെ. കാഫി എടുക്കാം. അത് കാഫി ഫിൽറ്റർ കാഫി. എന്നാൽ കാഫി വേണം. അവിടെ പറ്റിയാണ്. ഒരു ടീ ഒരു കാഫി. എങ്ങനെയുണ്ട്? നല്ല ബജ്ജിയല്ലേ. സാധാരണ ചില ബജ്ജിയൊക്കെ തണുത്ത് പോയി കഴിഞ്ഞാൽ തിന്നാൻ പറ്റില്ല, കല്ല് പോലെ. ഇത് നല്ല സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അടുത്ത ബജ്ജി ഓർഡർ ചെയ്തിട്ടുണ്ട്. 2ാമത്തെ ബജ്ജി. വാ ഫിൽറ്റർ കാഫി കുടി. കുഴപ്പമില്ല. വാണി ചായയാണ് ഓർഡർ ചെയ്ത്. പക്ഷേ കോഫി ഒന്നും കുഴപ്പമില്ല. അപ്പോൾ സൂപ്പർ. ഇഷ്ടപ്പെട്ടില്ലേ കോഫി? വാണി ഈ കോഫി ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് വലിയ കുഴപ്പമില്ല. ഇത്തിരി മധുരം കുറവായിരുന്നു. കോഫി കൊള്ളണം. കടുപ്പം കൂടുതലായിരുന്നു. അപ്പോൾ എന്തായാലും 2 കോഫി 2 വട എല്ലാം ചേർത്ത് മൊത്തം 50 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ കോവിൽ കയറാം. ബാ. ഓം നമഃ ശിവായ. ഷൂ മാക്സിമം സേഫായിട്ടാണ് ഊരി വെക്കേണ്ടത്. 59 നമ്പറാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഷൂ ടോക്കൺ 59. മറക്കാൻ പാടില്ല. മറക്കണമല്ല, കളയാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. എപ്പോൾ നോക്കിയാലും ഇന്ന് വലിയ തിരക്കില്ല. മെയിനായിട്ട് എക്സാം സമയമാണ്. പിള്ളേർക്കൊന്നും വരാൻ പറ്റില്ല. അതുകൊണ്ട് ആരും വരില്ല, അച്ഛനമ്മമാരൊക്കെ. അപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ
അടുത്ത മാസം ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ നിന്ന് നിൽക്കാൻ സ്ഥലം കാണില്ല. കുറ്റാലത്ത് കുളിക്കാനും ഇവിടെ കോവിൽ വരാനൊക്കെ. അപ്പോൾ കോവിൽ കയറി മുമ്പായിട്ട് ഗണപതി തൊഴിലാണ് അകത്ത് പോകേണ്ടത്. അങ്ങനെയാണ് അത് പോന്നാ. എന്തൊരു ഹൈറ്റ് അല്ലേ, ഒരു രക്ഷയില്ല. എങ്ങനെ പോയാലും ഒരു 10-100 അടി കാണുമല്ലേ. ഇപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ പ്രശ്നമുണ്ട്, അകത്ത് യൂസ് ചെയ്യാൻ പറ്റൂല. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നു പോകണത് വേണമെങ്കിൽ കാണിക്കാം അല്ലേ. ഓം നമ ശിവായ. അപ്പോൾ അങ്ങോട്ട് ക്യാമറ ഓഫ് ചെയ്തേക്കാം. ഇതുവരെ ഉള്ളൂ. അങ്ങോട്ടൊക്കെ ഫുൾ ചെക്കിങ് കാര്യങ്ങളൊക്കെയാണ്. കോവിലൊക്കെ തൊഴിലിറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം. കുറച്ച് റെസ്റ്റ് എടുത്ത് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ സ്ഥലം വിടാം. ഓം നമ ശിവായ. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എല്ലാം ശരിയാവണം പെട്ടെന്ന് തന്നെ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ പോകുന്ന. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യം കാപ്പ് പിടിക്കാനുണ്ട്. ഇവിടെ നിന്ന് കറക്റ്റ് 6.7 കിലോമീറ്റർ ദൂരത്തിൽ റഹ്മത്ത് ബോർഡർ പൊറോട്ട ഉണ്ട്. അവിടെ പോയി നമുക്ക് ബോർഡർ പൊറോട്ട കഴിക്കാം. സൂപ്പറാണ്. വണ്ടി ഒതുക്കിയായിരുന്നു, വേറൊന്നുമില്ല. ഇവിടെ പനങ്കണി കൊണ്ടെന്ന് പറഞ്ഞായിട്ട് അത് വാങ്ങിച്ചിട്ട് പോയാലോ, വില കുറവാണ്. അയ്യോ എவ்வளவு പനങ്ങളങ്ക്? 100 രൂപ ഒരു കേട്ടാ. 15 രൂപ 100 രൂപയാ. ശരി, വേറെ നോക്കാം. ഫ്രഷ് ആണോ ഡൗട്ടുണ്ട്. മുഖത്തിൽ പോകുന്ന വഴിക്ക് നോക്കാം. 50 രൂപ കിട്ടുവാണെങ്കിൽ ഒരു കെട്ട് 50 രൂപ കിട്ടും. സൂപ്പറായിട്ട്. 100 രൂപയ്ക്ക് പറയണം. ഇപ്പം 50 രൂപ പണങ്കിളങ്ക് ഇപ്പം 100 രൂപ ആയിട്ട് വിലവാസി എല്ലാം കൂടിയിട്ട് ഞങ്ങൾ എപ്പടി വാഴണം ഡങ്ക് ഡക്ക ഡക്ക. ഓക്കെ, വി ഹാവ് റീച്ച്ഡ് ദ ലൊക്കേഷൻ ഓഫ് ബോർഡർ പൊറോട്ട റഹ്മത്ത്. അയ്യോ, ഇവിടെ അങ്ങനെ ക്രോസ് ചെയ്ത് പോകപ്പുറത്ത് ഇങ്ങനെ യൂട്ടേൺ എടുത്ത് തിരുപ്പി അപ്പടി പോകണം. അപ്പം എന്നാൽ കടയ്ക്ക് പോകാൻ മുടിയും. ബോർഡർ പൊറോട്ട നമ്മൾ ബോർഡർ എന്ന് പറയും, തമിഴ്നാട്ടിൽ ബാർഡർ എന്ന് പറയും. ഓക്കെ, വണ്ടി ഇവിടെ വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ലോ, ഒരു കുഴപ്പമില്ല. നമ്മുടെ ഏരിയ തന്നെ ബോർഡർ പൊറോട്ട സ്റ്റാൾ. പാർസൽ വാങ്ങും ഇടം, അപ്പുറത്ത് കഴിക്കാനുള്ള സ്ഥലം. രണ്ടുമുണ്ട്. ഇരിക്കാൻ സ്ഥലമുണ്ടോ നോക്കട്ടെ. ആ സ്ഥലമൊക്കെ ഉണ്ട്. സ്ഥലമുണ്ട്. ആഹാ, നല്ല മണക്കണ്. ഒമ്മോ, മൂക്കിൻ്റെ അകത്തൊരു മണടിക്കണം. ഇന്നൊരു പൊടി. എല്ലാവരും വാങ്ങുക, പൊറോട്ട സാപ്പിടല്ല. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ഥലം. ഷീറ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 പൊറോട്ട, ഒരു പെപ്പർ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് പാതി പാതി, എനിക്ക് പാതി, മാണിക്ക് പാതി, നീ പാതി, ഞാൻ പാതി അല്ലേ. അപ്പോൾ പൊറോട്ട ഒന്ന് ഞവടി വിട്ടിട്ട് എന്നാലേ ഗ്രാവി പിടിക്കുള്ളൂ നല്ല പോലെ. ഇനി കോരി ഒഴിക്കേണ്ടത്. ഇവിടുത്തെ ഗ്രാവി ഒരു രക്ഷയില്ല, സൂപ്പറാണ് കേട്ടോ. വെറും ഗ്രാവിയും പൊറോട്ട കഴിക്കാം, അത്ര ടേസ്റ്റാണ്. സംഭവം ഒരു രക്ഷയില്ല, പൊളിയിട്ടാ. നമ്മൾ കുറ്റാലം കുളിച്ചിട്ട് വിശന്ന് വരുമ്പോൾ ഇവിടെ കയറി കഴിച്ചു കഴിഞ്ഞാൽ ഇത് കഴിക്കുമ്പോഴുള്ള ഫീൽ വേറെ ലെവലാണ്. ഇപ്പോൾ വാണിക്കുള്ള കൊത്തു പൊറോട്ട വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് അപ്പോൾ ഫൈനലായിട്ട് ലൈം ജ്യൂസ് കൂടെ കുടിച്ചിട്ട് ഓക്കെ. സോഡ ലൈം ഓക്കെ. അപ്പോൾ പോകുന്ന. അപ്പോൾ വയറ് നിറച്ച് പൊറോട്ട ഇറച്ചി കഴിച്ചിട്ടുണ്ട്. സൂപ്പർ കേട്ടോ. 5 പൊറോട്ട, ഒരു കൊത്തു പൊറോട്ട, ഒരു പീസ് ചിക്കൻ, ഒരു സിംഗിൾ ഓംപ്ലേറ്റ്, പിന്നെ 2 ലൈം കറി. എല്ലാം കൂടെ മൊത്തം 335 രൂപ ആയിട്ടുണ്ട്. ടോയ്ലറ്റ് എടുക്കാം അപ്പടിയാ. ഓക്കെ ഓക്കെ, ശരി. ബാത്റൂമിൽ പോകണമായിരുന്നു. ശരി, കുഴപ്പമില്ല. അങ്ങോട്ട് പോകണ വഴിക്കാതെ കാണാം. ഓക്കെ, ഇവിടെ നിന്ന് നേരെ പോയിട്ട് റൈറ്റ് എടുക്കണം. ഓക്കെ, അപ്പോൾ പോകുന്ന. മാപ്പ് നോക്കി വേറെ വിഷയമൊന്നുമില്ല. മണി ഇപ്പോൾ കറക്റ്റ് 7:55 ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് എങ്ങനെ പോയാലും ഒരു 3 മണിക്കൂർ യാത്ര കാണും. അങ്ങനെ ആകുമ്പോൾ വീടെത്തുമ്പോൾ ഒരു എത്ര മണിയാവും? എങ്ങനെ പോലും 10-11 മണി അടുപ്പിച്ചാവും. ഇവിടെ ഒരു പമ്പുണ്ട്, ടോയ്ലറ്റിൽ പോകാം. അർജൻറ്റ് മുട്ടി നിൽക്കുകയാണ്. അന്നാ പെട്രോൾ അടിക്കാൻ വന്നതല്ല, ടോയ്ലറ്റിൽ പോകാൻ വന്നതാണ്. ടോയ്ലറ്റ് എടുക്കാം അങ്ങനെയാണ്. ഓക്കെ ഓക്കെ, അവിടെ ഉണ്ടല്ലോ, അവിടെ പോകാം. ഓക്കെ, പോകുന്ന. അപ്പോൾ ടോയ്ലറ്റിൽ പോയപ്പോൾ സമാധാനമായി. എന്തോ ഒരു വെയിറ്റ് കുറഞ്ഞ പോലെ അല്ലേ. സത്യം പറഞ്ഞാൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ടോയ്ലറ്റിൽ പോകാനുള്ള പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. പെട്ടെന്ന് കിട്ടൂല പമ്പൊന്നും. പിന്നെ ഒരു കാര്യം, ഇന്ത്യയിലുള്ള എല്ലാ പമ്പിലും ഫ്രീ ആണ് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട്. പെട്രോൾ അടിച്ചാൽ മാത്രമേ പോകണം, അങ്ങനെയൊന്നുമില്ല. പെട്രോൾ അടിച്ചാലും ഇല്ലെങ്കിലും ടോയ്ലറ്റ് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാൽ ശരി, നൈറ്റ് റൈഡ് തന്നെ. ഈ ഒരു സുഖം ഡയറക്റ്റ് കിട്ടയില്ല അല്ലേ. എന്തൊരു വെയിൽ ഉച്ചയ്ക്ക്. എൻ്റെ അമ്മ വെറുത്തു പോയി. സത്യം പറയില്ല, ഈ വ്ളോഗ് മൂടേ ഇല്ലായിരുന്നു. വീട്ടിൽ പോയാൽ മതി ആയിപ്പോയി, അത്രയ്ക്ക് ചൂടായിരുന്നു. അയ്യോ, நீங்கள் துணை முதல்வர் என்கின்ற தைரியம் இருந்தால் ஹெட் அவுட் மோடி என்று சொல்லி
சொல்லி பாருங்கள் என்று கூறியிருக்கிறார். பாரத அண்ணாமலை அவர்களே സംഭവം വഴി മാറിപ്പോയിട്ടെ, കുറച്ച് മാറി, കുഴപ്പമില്ല, കണ്ടുപിടിച്ച് പെട്ടെന്ന് ഒരു യൂട്ടേൺ എടുക്കണം. യൂട്ടേൺ എടുത്തിട്ട് കുറച്ച് ഒരു 100 മീറ്റർ അപ്പുറത്ത് പോയി ലെഫ്റ്റ് പോകണം. സംഭവം അവിടെ ജംഗ്ഷൻ ഉണ്ടായിരുന്നു. ഈ പാർട്ടി മീറ്റിംഗ് കാരണം അവിടെ അറിയാൻ പറ്റില്ല ജംഗ്ഷൻ്റെ കാര്യം. ഞാൻ പാട്ട് നേരെ അങ്ങ് പോയി. ഇതാരാ മാനാട്? സ്റ്റാളിൻ്റെയാ? സ്റ്റാളി വന്ന് കാണൂല, ഏതെങ്കിലും MLA മാനാടായി. ഓക്കെ, അഗൈൻ DMK മീറ്റിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ. ആരൊന്നിക്കണത്? തളപതി വിജയ്ക്ക് ജയ്, തളപതി വിജയ്ക്ക് ജയ്. ഇങ്ങനെ ഉറച്ച് പറഞ്ഞ ഇടിയാണ്. TVK തമിഴക വെട്രിക്കടകക്ക് ജയ് അല്ലേ പറഞ്ഞ പോലെ സുധീഷേ. DMK ഫുൾ ടീമുണ്ട്, ഇടി കെട്ടും അല്ലേ, നിൽക്കേണ്ട സമയം കാണില്ല. ഇത് തന്നെ, ഇതിൻ്റെ അകത്ത് കൂടെ കയറി മല കയറണം. വലിയൊരു ഹെയർ പിൻ വളവും. ബസ്സുണ്ടെങ്കിൽ ഓട്ടോയ്ക്ക് പോകാൻ പറ്റുമോ? അന്ന് വേണ്ട അല്ലേ, അങ്ങനെ പോട്ട്. ലോറി നിൽക്കണം അവിടെ, ലോറി ബാക്ക് വരണം. പണിയായാ എങ്ങനെ കയറാൻ പറ്റും? ഇത് എങ്ങനെ കയറണം? വളഞ്ഞ് സംഭവം ലോഡ് അടക്കല്ലേ, വണ്ടി കയറില്ല. നമുക്ക് പോയി കയറി പോകാം. ബാ അമ്മോ, ലോറിയുടെ കളിയാണ് കംപ്ലീറ്റ് ആയിട്ട്. നമുക്ക് ഇതിനിടെ കൂടെ പോകാൻ പറ്റും ഓവർടേക്ക് ചെയ്ത്. ലോറി എണ്ണ മാറിത്തരോ അണ്ണാ, ഞാൻ കയറിപ്പോട്ടെ. ആ ഡെങ്കിടക്ക. ആഹാ, ഇന്ന് മിക്കവാറും നേരം വിളിക്ക് ഇവരൊക്കെ ബാക്കിൽ നിന്ന് പോകുമ്പോഴേ പണിയായല്ലോ. ഇതിപ്പോൾ എങ്ങനെ ഓവർടേക്ക് ചെയ്ത് കയറും? ഫുൾ ഇരുട്ടാക്കണല്ലേ, ഒരു ലൈറ്റ് പോലും ഇല്ല അങ്ങോട്ട്. അത്രേ ഉള്ളൂ, കയറി. അപ്പോൾ ഇനി വിഷയമില്ല. ഫ്രണ്ടിൽ വേറെ വണ്ടി ഒന്നുമില്ല. ഇനി കുറ്റിയിട്ട് ഒരൊറ്റ വെളിച്ചം പോലും ഇല്ല അല്ലേ, വണ്ടി ലൈറ്റില്ലാതെ. ഇവിടെ എവിടെയാണ് സുമതി വളം ഉള്ളത്? അതിൽ പോണ വഴിക്ക് കയറിയല്ലോ അങ്ങോട്ട്. ഒരു ഗോസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. എന്ത് പറയണ്, വാണിക്ക് പാടിയാണ് ഭയങ്കര. അടുത്ത ലോറിയാ? അയ്യയ്യയ്യാ, വണ്ടി പറഞ്ഞാ കുഴപ്പമില്ല, പയ്യെ കയറാം. ചെറിയ വണ്ടി തന്നെ. സംഭവം ഇനി കുറേ ലോറി ഫ്രണ്ടിലുണ്ട്. ഇതിനൊക്കെ എങ്ങനെ ഓവർടേക്ക് പോകുന്നത് പിടിയില്ല. സത്യം പറഞ്ഞാൽ ഇത് റിസ്ക് ഉള്ള റോഡാണ് ഈ റോഡ്. തെന്മലേ അത് ബൈക്കാണെങ്കിൽ വലിയ വിഷയമില്ല, കയറി പോവാം ഇടയിൽ കൂടെ. കാറാണെങ്കിൽ വെച്ചോ ബാക്കിൽ നിന്ന് ഫോളോ അപ്പ് ചെയ്ത് പോകണം. അല്ലെന്നുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യുമ്പോൾ നോക്കി ഓവർടേക്ക് ചെയ്യണം. ഉണ്ടാവാ പറഞ്ഞണ്ടാ ലോറിയൊക്കെ പതിയെ പോവുള്ളൂ. വേറെ വിഷയമില്ല, എന്നാലും നമ്മൾ സൂക്ഷിച്ച് വേണം പോവേണ്ടത്. ഇവിടെ നിന്ന് ഓവർടേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, എന്നാലും ഓക്കെ അത്ര തന്നെ കയറിപ്പോവാം, കുഴപ്പമില്ല. ഓവർടേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ബീം അടിച്ചോണം, അപ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് പറഞ്ഞ ആൾക്ക് അറിയാൻ പറ്റും അതോ വണ്ടി വരണം എന്നുള്ളത്. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 11 മണി കഴിച്ചിട്ടുണ്ട്. നമ്മളിപ്പോഴത്തേക്ക് സ്ഥലം പൂജപ്പുര, സ്വന്തം ഏരിയയായ പൂജപ്പുരത്തിലുണ്ട്. ഇനി വേറെ വിഷയമൊന്നുമില്ല, വീടെത്താറായി. അപ്പോൾ തളർന്ന് കേട്ടാ. കമോൺ ബേബി, ലെറ്റ്സ് ഗോ ഓൺ ദ ബുള്ളറ്റ് ടു. ഓക്കെ, നമ്മൾ വീട്ടിൽ വന്നാച്ച്. അപ്പോൾ ആടാ, അപ്പോൾ ബ്ലാക്ക് ബൈസൺ നല്ലപോലെ നീ ഓടിയെത്തി, ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ഉമ്മ. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ, സീ യു. ഓക്കെ, അങ്ങനെ വീടെത്തി കഴിഞ്ഞ് വന്ന് പറഞ്ഞാൽ ആദ്യം ഫ്രഷായി. കുളിച്ചൊന്നുമില്ല, മേലെ എഴുതി അവിടെ ആളെ കുളിച്ചാലും പറ്റാനത്. അതുകൊണ്ട് എന്ത് തണുപ്പ് വരണ വഴിക്ക് എൻ്റെ അമ്മോ. ആ തെന്മല കയറിയപ്പോൾ തൊട്ട് ഇവിടെ പാലോട് കഴിയും വരെ നല്ല തണുപ്പായിരുന്നു, നല്ല മഞ്ഞുണ്ടായിരുന്നു. പകല് മൊത്തം ഭയങ്കര വെയിൽ ആ സൈഡൊക്കെ. പക്ഷെ രാത്രി എന്തൊരു മഞ്ഞ് കൊള്ളാം കേട്ടോ, സൂപ്പർ ഏരിയ. പകല് വെയിലുണ്ടായി രാത്രി സുഖമായിട്ട് ഉറങ്ങാമല്ലോ. ഇവിടെ പകല് ചൂട് രാത്രി ചൂട്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല, സൂപ്പർ റൈഡായിരുന്നു. കുറ്റാലത്ത് പോയി സത്യം പറഞ്ഞാൽ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ അല്ലായിരുന്നു. ചുമ്മാ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് വാഗമണിൽ പോകാൻ പ്ലാൻ ചെയ്തതാണ്. രാവിലെ 5 മണിക്ക് പോകണമായിരുന്നു. പിന്നെ ടൈമൊക്കെ മാറി. അതുമില്ല, വാഗമണിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ റൂമൊക്കെ എടുക്കണം, കുറേ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ ഫുൾ ടൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉള്ള സമയത്ത് ഉള്ളതുപോലെ പൈസ റെഡിയാക്കാൻ ട്രിപ്പ് പോകണത്. സത്യം പറഞ്ഞാൽ വലിയ ട്രിപ്പ് പോകണമെന്നായതുകൊണ്ട് എന്തായാലും ശരിയാവും, ഭാവിയിലെല്ലാം ശരിയാവും. നമ്മൾ ചാനൽ ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട്. അതുവരെ ഇങ്ങനെയൊക്കെ പോകട്ടല്ലേ. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഈ ലോകത്ത് എത്ര വലിയ കിടില സ്ഥലത്ത് പോയാലും അതിനേക്കാൾ ഏറ്റവും വലിയ സന്തോഷം തരുന്ന ഒരേ സ്ഥലം നമ്മളെ വീടാണ്. അത് ചെറിയ വീടോ വലിയ വീടോ, വീട്ടിൽ പറഞ്ഞ സന്തോഷം എന്ന് പറഞ്ഞത് വേറെ ലെവലാട്ടോ. സത്യം പറയല്ലേ, വീട്ടിൽ ഒന്ന് ഇരുന്നപ്പോൾ എന്തോ ഒരു കോടി രൂപ കെട്ടിയ ഫീലിംഗ് ആയിരിക്കും. ഈ ഒരു സന്തോഷം വേറെ ഒരിടത്തും കിട്ടില്ല. പിന്നെ അതേപോലെ വേറെ കാര്യം കൂടി പറയാനുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ല, അങ്ങനത്തെ ലെവലിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ട്രിപ്പ് പോകണം നല്ലതാണ്. എവിടെയെങ്കിലും ട്രിപ്പ്, ലോങ് ട്രിപ്പോ ഷോർട്ട് ട്രിപ്പോ ഒന്ന് നല്ലൊരു സ്ഥലം വരെ പോയിട്ട് വരിക. ആ പോകുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ക്ലാരിഫൈ ആവും. പിന്നെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ നമുക്കൊരു തീരുമാനത്തിൽ എത്താൻ പറ്റും. ഓക്കെ, നമുക്ക് ഇനി ഇത് ചെയ്യാം, അങ്ങനത്തെ ഒരു മോട്ടീവ് നമ്മൾ പോകും. അതുകൊണ്ട് ഈ ട്രിപ്പ് പോകുന്നത്, ട്രാവൽ ചെയ്യുന്നതൊക്കെ സത്യം പറഞ്ഞാൽ നല്ലൊരു ആവശ്യപ്പെട്ട കാര്യമാണ്. അങ്ങനെ കുറേ കാര്യത്തിലോട്ട് നമുക്ക് ധൈര്യം തരും ഈ ട്രാവൽ ട്രിപ്പ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ജോലി ആവശ്യമാണ്, ട്രാവൽ ആവശ്യമാണ്, എല്ലാത്തിനേക്കാളും വീടും ഫാമിലി ഭയങ്കര ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അത്ര വേറെ ഒന്നും പറയാൻ ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ വാണി ഉറങ്ങാൻ പോയിട്ടുണ്ട്, ഇപ്പോൾ ഉറങ്ങിക്കാണ്. വൈശു ഉറങ്ങിയിട്ടുണ്ട് ഓൾറെഡി. പിന്നെ അമ്മ അച്ഛൻ ഉറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മാത്രം ബാക്കി ഉറങ്ങാറുണ്ട്. വ്ളോഗ് എൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ഉറങ്ങണം, നല്ല ക്ഷീണമുണ്ട്. ഓക്കെ, അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. കുറച്ച് ക്രിഞ്ചായാലും കുഴപ്പമില്ല, പഞ്ചായിരിക്കണം അല്ലേ.